ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കരുണ്യവാനായ ദൈവമേ, ഈ കാലഘട്ടത്തിൽ പ്രഘോഷിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അനേകം പേരെ ആത്മീയമായും മാനസികമായും ശാരീരികമായും അങ്ങ് സൗഖ്യപ്പെടുത്തി. എന്നാൽ കർത്താവേ, ധാരാളം വചനം കേട്ടിട്ടും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തവരും ഈ സമൂഹത്തിൽ അങ്ങ് ദർശിക്കുന്നുവല്ലോ കർത്താവേ. ഞങ്ങൾക്ക് ആവശ്യമായ തിരുവചനം നൽകി വ്യക്തികളെയും കുടുംബങ്ങളെയും സഭയെയും ലോകജനതയെ നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കാൻ പോകുന്നു. എന്നാൽ അത് ഭക്ഷണക്ഷാമമായിരിക്കില്ല, ഭക്ഷണപാനീയങ്ങളുടെ ക്ഷാമമായിരിക്കില്ല, മറിച്ച് ദൈവവചനത്തിന് വേണ്ടിയുള്ള ക്ഷാമമായിരിക്കും. ആമോസ് പ്രവാചകനോട് ദൈവം സംസാരിച്ചതാണ്. അതിനുശേഷം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കൂടെ പ്രവാചകന്മാർ വഴി ദൈവം സംസാരിച്ചിട്ടും ദൈവജനം അത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി വലിയൊരു ക്ഷാമം വരാൻ പോവുകയാണ്. അത് ഭക്ഷണ പാനീയങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷാമമായിരിക്കില്ല, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ക്ഷാമമായിരിക്കും. പിന്നീട് പ്രവാചകന്മാരോ പ്രബോധനങ്ങളോ ഇല്ലാത്ത കുറേ കാലങ്ങൾ കടന്നു പോകുന്നു. അതിനുശേഷം ഒരു ശക്തനായ പ്രവാചകൻ കടന്നു വരികയാണ്, സ്നാപകയോഹന്നാൻ. അദ്ദേഹം യേശുവിനെ പരിചയപ്പെടുത്തുന്നു. യേശു പ്രബോധനം ആരംഭിച്ചു. ഒരിക്കൽ സ്ത്രീയന്മാർ ചോദിക്കുകയുണ്ടായി, കർത്താവെ, അങ്ങ് രണ്ടാമത്തെ വരവിനെപ്പറ്റിയും യുഗാന്ത്യത്തെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നല്ലോ, എപ്പോഴായിരിക്കും ഇത്? അങ്ങയുടെ രണ്ടാമത്തെ വരവ് എപ്പോഴായിരിക്കും? യുഗാന്ത്യം എപ്പോഴായിരിക്കും? ലോകാവസാനം എപ്പോഴായിരിക്കും? ഒന്ന് പറഞ്ഞു തരണമേ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് ഈ ചോദ്യം കാണുന്നത്. അതിനുള്ള ഉത്തരം പറയുമ്പോൾ കൃത്യമൊരു ഡേറ്റോ ഒരു വർഷമോ ഒന്നും പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിന് മുൻപ് സംഭവിക്കേണ്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. യുദ്ധം ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും, പകർച്ചവ്യാധി ഉണ്ടാകും, ആഭ്യന്തര കലാപം ഉണ്ടാകും. അതൊക്കെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആഭ്യന്തര കലാപം, അതിന് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ജനത്തിനെതിരായി ശിരസ് ഉയർത്തുന്ന ആഭ്യന്തര കലാപം. ലോകത്തിലേതെങ്കിലും ഒരു രാജ്യമുണ്ടോ സ്വസ്ഥതയുള്ളത്? വെറുതെ മനുഷ്യരെ കൊന്നൊടുക്കുക. അതുപോലെ തന്നെ പുതിയ രോഗങ്ങൾ. അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പണമുണ്ട്, പക്ഷെ അവിടെ പോകുന്നതിന് മുൻപ് തന്നെ ആൾ തീർന്നു. ഈ രോഗങ്ങളെക്കുറിച്ച് അതിന് ഇനി ഇത്രമാത്രം ശാസ്ത്രം പുരോഗമിച്ചിട്ടും അതിന് തടയാനായിട്ട് സാധിക്കുന്നില്ല. പല പുതിയ രോഗങ്ങൾ, ക്ഷാമം ഉണ്ടാകും. ഇനിയുള്ള കാലത്ത് പലപ്പോഴും മനുഷ്യൻ്റെ പോക്കറ്റിൽ 1000-ൻ്റെ നോട്ടുകളൊക്കെ ആവശ്യത്തിലധികം കാണും, പക്ഷെ ധാന്യം കിട്ടാനില്ലാത്ത ഒരു കാലം വരാം. അതിൻ്റെ പ്രധാന കാരണം കാലാവസ്ഥ തന്നെ നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെ എത്രയോ പേര്, ലക്ഷക്കണക്കിന് പേര് വീട് ഉപേക്ഷിച്ച് പോകുക, അവരുടെ കൃഷിഭൂമി എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുക. വെള്ളം കുടിക്കാൻ കിട്ടുമല്ലോ, പട്ടണങ്ങളിൽ പോയി ചേക്കേറുക ചെയ്യുന്നു. ലക്ഷക്കണക്കിന് 7 ലക്ഷത്തിൽ പരം കന്നുകാലിയാണ് അലഞ്ഞു തിരിയുക. അവരുടെ വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിച്ചിട്ട് അവർ ജീവനം കൊണ്ട് പോവുക. മറ്റൊരു സ്ഥലത്ത് വെള്ളപ്പൊക്കം കൊണ്ട് കൃഷി നശിക്കുക. ഈ മനുഷ്യർക്കെല്ലാം ഭക്ഷിക്കാനുള്ള ആഹാരം വേണ്ടേ? അപ്പം ക്ഷാമം ഉണ്ടാകും, പകർച്ചവ്യാധി ഉണ്ടാകും, ആഭ്യന്തര കലാപം ഉണ്ടാകും, വിശ്വാസ തകർച്ചയുണ്ടാകും. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് മനോഹരമായ പ്രസംഗം പാപ്പച്ചൻ പറയും, പക്ഷെ പാപ്പച്ചൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നും കാണില്ല. അപ്പോൾ ഈ പ്രസംഗം കേൾക്കുന്നവർ ഇവൻ്റെ പ്രസംഗം കേട്ടിട്ട് എന്താ കാര്യം? ഈ പറയുന്നത് ഒരു അഭ്യാസ പ്രകടനം നടത്തുക എന്നുള്ളതല്ലാതെ അതും ജനങ്ങൾ മാറും. ഇതിൽ നിന്ന് ചെവി കൊടുക്കാത്തൊരു കാലം വരും. ഈ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയിൽ നിന്ന് സാധാരണഗതിയിൽ ആൾക്കാർ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ മാലാഖിയൊന്നും ആയില്ലെങ്കിലും അവൻ ആ പ്രസംഗിക്കുന്ന വ്യക്തിക്ക് അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ കടപ്പാടുണ്ട്. ഇതൊന്നും ശ്രോതാക്കളിൽ കാണാനില്ല. പ്രസംഗം ഉഗ്രനായിരിക്കും, ആളുടെ ജീവിതത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ പുലബന്ധം പോലും കാണില്ല ഈ പ്രസംഗിക്കുന്നതുമായിട്ട്. ഇത് കാണുന്ന ഒത്തിരി പേരുടെ വിശ്വാസം തണുത്തു പോകും. അതിനുശേഷം പറയുകയാണ് മതമർദ്ദനം ഉണ്ടാകും. ക്രിസ്തീയ സഭ എവിടെ ഇതിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ അത് തളർന്നിട്ടുണ്ട്. എവിടെ ഇതിന് പീഡനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ അവിടെ വളർന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിയുടെ ചോര വീണ മണ്ണാണ് റോമാ നഗരം. ഏതാണ്ട് 300 വർഷത്തോളം ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ സ്ഥലം. അവിടെയാണ് ഇന്ന് സഭയുടെ ആസ്ഥാനമായിട്ട് നിലനിൽക്കുന്നത്. എവിടെ പീഡനങ്ങളുണ്ടോ അവിടെ സഭ വളരും. നമ്മുടെ ഭാരതവും
ഇതിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഒഴിവാക്കപ്പെട്ടെങ്കിൽ വരും കാലങ്ങളിൽ ഒഴിവാക്കപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. മതമർദ്ദനം ഉണ്ടാകും. എന്നിട്ട് ഈശോ പറയുക 13-ാമത്തെ വാക്യത്തിൽ, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. തുടക്കക്കാർ ഒത്തിരി പേരാ. ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കുമല്ലച്ചൻ്റെ കൺവെൻഷനിൽ മറൈനിൽ പ്രസംഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് പലരും പറയുന്നു 3 ലക്ഷം പേര് 2 ലക്ഷം പേര്, പല അഭിപ്രായം. ആരാ എണ്ണാൻ പോയിരിക്കുന്നത്? ഏതായാലും ലക്ഷങ്ങളുണ്ടായിരുന്നുള്ള സത്യമാണ്. ഇങ്ങനെ തുടങ്ങാനും കൺവെൻഷൻ പന്തൽ നിറയ്ക്കാനും ഒക്കെ ആൾക്കാർ തയ്യാറാണെങ്കിലും സഹനത്തിൻ്റെ വേദി വരുമ്പോൾ വിട്ടുപോകുന്ന ആൾക്കാരെയാണ് കാണുന്നു. ഈ ദൈവത്തിൽ നിന്ന് ഭൗതികമായ അനുഗ്രഹം മാത്രം ലക്ഷ്യം വയ്ക്കുകയും ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടേണ്ടതായിട്ട് വരുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട്, പ്രാർത്ഥന നഷ്ടപ്പെട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് പിന്തിരിഞ്ഞു പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അതുകൊണ്ട് ഈശോ പറയും, തുടക്കം മാത്രം പോരാ, ഈ തുടങ്ങി വെച്ചത് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈശോ പറയുന്നത്, ഈ ചോദ്യം ഇതാണ്, യുഗാന്ത്യം എപ്പോഴാണ്, നിൻ്റെ 2ാമത്തെ വരവ് എപ്പോഴാണ്? ഇതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞു വന്ന കൂട്ടത്തിൽ 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ ദൈവവചനം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. ഈ കേരളത്തിൽ ഒരു ധ്യാനമന്ദിരം കണി കാണാനുണ്ടായിരുന്നു. ചിലതൊക്കെ ആരംഭത്തിൽ ഏതാണ്ടൊരു കരിസ്മാറ്റിക്കിൻ്റെ ആരംഭത്തോടു കൂടെ ചില ധ്യാനമന്ദിരങ്ങളൊക്കെ ഉയർന്നു വന്നു. ഇന്ന് 100-ൽ പരം ധ്യാനമന്ദിരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കേരളം. ഒരുപക്ഷെ 2000 വർഷം മുൻപ് ശ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ എന്നതിനേക്കാൾ കൂടുതൽ വചനം പ്രഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ എന്തിൻ്റെയും അടയാളമാണ് ഈ കാണുന്നത്. ഈ അടയാളം നമ്മൾ തിരിച്ചറിയണം എന്ന് കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ, പടിഞ്ഞാറ് മേഘം ഉയരുന്ന കാണുമ്പോൾ നിങ്ങൾ പറയുന്നു, തെക്കൻ കാറ്റടിക്കും, അത്യുഷ്ണമുണ്ടാകും, ആകാശം മൂടിക്കെട്ടി കിടക്കുന്നു, നാളെ കാറും കോളും ഉണ്ടാകും. ഈ ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ അറിയാതെ പോകുന്നു? കർത്താവ് ചോദിക്കുക. അപ്പം ബൈബിൾ പറയുകയാണ്, കർത്താവിൻ്റെ 2ാമത്തെ വരവിന് മുൻപ് ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല, എന്താണ് എൻ്റെ കടമ, എങ്ങനെയാണ് രക്ഷ എവിടുന്നാണ് വരുന്നത്, രക്ഷയുടെ വഴി എന്താണ്, ഇത് ഞങ്ങൾക്കാരും പറഞ്ഞു തന്നില്ല എന്നാരും പറയരുത്. അതുകൊണ്ട് അതിന് മുൻപായി ഈ വചനം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടും. വചനം എന്തുകൊണ്ട് പ്രസംഗിക്കപ്പെടും എന്ന് ചോദിച്ചാൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ലോക ജനതയോട് ദൈവം ഇന്ന് സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ്. ഈ വചനം ശ്രവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ബൈബിൾ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ആ വചനം ശ്രവിക്കുന്ന സമയത്ത് മനുഷ്യരിൽ വലിയ മാനസാന്തരത്തിൻ്റെ കൃപയുണ്ടാകുക. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പ വചനം പ്രസംഗിച്ചു. ആ പ്രഘോഷണം 36-ാമത്തെ വാക്യത്തിൽ വരെ എത്തിയുള്ളൂ. അപ്പോഴവർ ചോദിക്കുന്നുണ്ട്, ഹൃദയം നുറുങ്ങിക്കൊണ്ട്, ശ്രോതാക്കൾ ഹൃദയം നുറുങ്ങിക്കൊണ്ട് അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ പന്തക്കുസ്ത തിരുനാളിൽ ജെറുസലേമിൽ ആരാധിക്കാൻ വന്നവർ ഒരു ധ്യാനമന്ദിരത്തിൽ വചനം കേൾക്കാൻ ദാഹിച്ചു വന്നവരല്ല. യഹൂദന്മാർ ആരാധനയ്ക്ക് വേണ്ടി സമ്മേളിച്ചതാണ് പന്തക്കുസ്ത തിരുനാളിൽ ജെറുസലേം ദേവാലയത്തിൽ. അവിടെ അതിനടുത്തുള്ള സിയോൻ മാളിയിൽ നിന്നാണ് ഈ 120 പേരുടെ സ്തുതിയുടെ ആരവം കേട്ടപ്പോൾ ജനം ഇതെന്താണെന്നറിയാൻ വേണ്ടി തടിച്ചുകൂടിയത്. ആ സമൂഹത്തോടാണ് സംസാരിക്കുന്നത്. അവരാണ് ചോദിക്കുന്നത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസിലേ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാമുദീസ സ്വീകരിക്കണം, ജ്ഞാനസ്നാനം സ്വീകരിക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ 3000 പേര് മാനസാന്തരപ്പെട്ടു, സഭ രൂപപ്പെട്ടു. നാളുകൾക്ക് മുൻപ് ഈശോ പത്രോസിനെ നോക്കി പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അതിനുശേഷം ഇതായിരുന്നു പത്രോസിലയുടെ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ 3000 പേര് മാമോദീസ സ്വീകരിച്ചു, സഭ സ്ഥാപിക്കപ്പെട്ടു. ഇന്നും ഇതുപോലെ തന്നെ നാമമാത്ര ക്രിസ്ത്യാനികളായിരുന്നവർ, പള്ളിപ്പോക്കോ പ്രാർത്ഥനയോ ഇല്ലാത്തവർ, ഈ 10-35 വർഷം കേരളക്കരയിൽ പ്രഘോഷിക്കപ്പെട്ട വചനത്തിൻ്റെ ഫലമായി ഇന്ന് ദേവാലയങ്ങൾ ഞായറാഴ്ചകളിലും കടമള തിരുനാളുകളല്ല, സാധാരണ ദിവസങ്ങളിൽ പോലും പള്ളി നിറയെ ആൾക്കാരാണ്. ധാരാളം പേര് കൗദാശി ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ധാരാളം പേര് തെറ്റായ ജീവിത രീതി ഉപേക്ഷിച്ചിട്ടുണ്ട്. മദ്യപാനത്തിൽ നിന്ന്
മയക്കുമരുന്നിൽ നിന്ന്, ശത്രുതയിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, പൈശാചികമായ ചില പ്രവൃത്തികൾ ചെയ്തിരുന്നവർ അതെല്ലാം വിട്ടുപേക്ഷിച്ച് ദൈവമക്കളുടെ പദവിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ 35 വർഷം പ്രഘോഷിക്കപ്പെട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യം നമ്മൾ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ഈ പ്രഘോഷിക്കപ്പെട്ട വചനത്തിൻ്റെ ശക്തി അനുസരിച്ച് ദൈവം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത, വിടുതൽ, രോഗശാന്തി, അതിനനുസരിച്ചുള്ള ഒരു ഫലം കേരള സഭയിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. ദേവാലയത്തിന് ആൾക്കാർ വരുന്നുണ്ടെങ്കിലും ഈ വരുന്നവർ എത്ര പേരാണ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹത്തിൽ ജീവിക്കുന്നു, ശത്രുത അവസാനിപ്പിച്ച് ക്ഷമിച്ച് സ്നേഹത്തിൽ ജീവിക്കുന്നവർ എത്ര പേരാണ്? ആ മാമോദീസ സ്വീകരിച്ച ആദിമ സഭയുടെ ജീവിതശൈലി എന്തായിരുന്നു? അതിനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അതൊക്കെ നമുക്കിപ്പോൾ ഉണ്ട്. അപ്പം മുറിക്കലുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊക്കെയുണ്ട്. ഈ കൂട്ടത്തിൽ ധാരാളം പേര് അന്നത്തെ ആദിമസഭയുടെ ചൈതന്യത്തിലേക്ക് കടന്നു വന്ന്, അതായത് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം, അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആരുമില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ്റെ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട്, ആകാശപ്പറവുകളുടെ ആ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം പേര് മുന്നോട്ട് വന്ന്, ചെറുപ്പക്കാരും അല്ലാത്തവരും അവരുടെ ഭവനങ്ങളിൽ അഭയം നൽകിയിരുന്നു. ഭിക്ഷക്കാരായി ഭിക്ഷാടനം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർക്ക് 10 പേര് 15 പേര് അവരുടെ ഭവനങ്ങളിൽ ചേർത്ത് അവർക്ക് ഭക്ഷണം വിളമ്പുന്ന ചില പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ടു. ചിലതൊക്കെ അസ്തമിച്ചു പോയി, ചിലതിപ്പോഴും നിലനിൽക്കുന്നു. ഒരു പക്ഷേ അത് സാധാരണഗതിയിൽ അത്ര പ്രായോഗികമായിരിക്കില്ല. ഈ അവസ്ഥയിൽ നമുക്ക് പ്രായോഗികമായിട്ടുള്ളൊരു വഴി എന്താണ്? അപ്പസ്തോലന്മാർ ചെയ്ത, അന്നത്തെ കാലത്ത് ആദിമസഭ ചെയ്തതും ഇന്ന് പ്രായോഗികമായിരിക്കില്ല. എല്ലാവരുടെ വസ്തുവകളെല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിക്കുന്നു, അവരെല്ലാവർക്കുമായി വീതിച്ചു കൊടുക്കുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആരുമില്ലായിരുന്നു. ഇന്ന് പലപ്പോഴും പത്രവാർത്ത നമ്മൾ കാണുമ്പോൾ ചില അമ്മയും ഒരു മോളും കിടക്കാൻ വീടില്ല, വാടക വീട്ടുകാർ അവരിറക്കി വിട്ടു, ഒരു വഴി വക്കിൽ ഒരു പടുത കെട്ടി ഈ പ്രായപൂർത്തിയായ മകളും ഒരമ്മയും ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ദുഃഖം നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അന്നമ്മച്ചേടത്തി ഇവിടെ മണ്ണാർക്കാട് പെരിന്തൽമണ്ണ അവിടെ ഒരു കുടിൽ ഒരു ഷെഡ് കെട്ടി ഒറ്റയ്ക്ക് താമസിക്കും. 4 പെൺമക്കളായിരുന്നു. കല്യാണം കഴിച്ചയച്ച് അവരൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി. ഭർത്താവ് മരിച്ചു. ഈ വീട് ചെതൽ പിടിച്ച് നിലംപൊത്തി. വെള്ളം ചട്ടിയും പാത്രമൊക്കെ ആയിട്ട് ആരോ റബ്ബർ വെട്ടുന്ന തൊഴിലാളികൾ ഒരു പടുതയിട്ട് മൂടിക്കൊടുത്തിരിക്കുക. 4 പലകയും വെച്ച് ഒരു അന്നമ്മച്ചെടുത്തി അവിടെ ജീവിക്കുക. പത്രത്തിൽ വന്ന് ഞാൻ എൻ്റെ ഫോട്ടോ വെട്ടി സൂക്ഷിക്കുകയായിരുന്നു. അവിടെയും ക്രിസ്ത്യാനികളില്ലേ? അവരും മാമോദീസ സ്വീകരിച്ചു, ക്രിസ്ത്യാനികളല്ലേ? ഈ അന്നമ്മച്ചേടത്തിയും ഈ ധനികരും ഒരേ യേശുവിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വേണ്ട, ഇവിടെ വീടും പറമ്പും വെക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ 4-5 വീട്ടുകാരുടെ ആവശ്യമായിട്ടുള്ള ദൂർത്തൊന്ന് ഒഴിവാക്കിയാൽ ഇതുപോലെ എത്രയോ അന്നമ്മച്ചേടത്തിമാർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വീടും ഭക്ഷണവും കൊടുക്കാൻ പറ്റും. ഇതെന്തോ അങ്ങ് സൗകര്യപൂർവ്വം നമ്മൾ അവഗണിക്കുക. അതേസമയത്ത് ഇപ്പുറത്ത് പള്ളിപ്പോക്ക് കാണും, പ്രാർത്ഥന കാണും, നോമ്പ് കാണും, ഉപവാസം കാണും. ഇത് മാത്രമായിരുന്നില്ല ആദിമസഭയിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിട്ടുപോകുന്ന ഈ പരസ്നേഹ പ്രവൃത്തി ഇതുകൂടി ഈ കൂട്ടത്തിൽ കൂടിയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരൂ. ഇത് സൗകര്യപൂർവ്വം മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ ആ പരിസയൻ്റെ ഭക്തിയിലേക്ക് അധപ്പതിക്കുകയായിരിക്കും ചെയ്യുന്നത്. പരിസയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, സമ്പാദിക്കുന്നതിൻ്റെയൊക്കെ ദശാംശം കൊടുക്കുന്നു, ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഈ പാപികളെ പോലെയല്ല, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥനയിലേക്ക് പോകും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു വർഗത്തെ, ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാനായിരുന്നില്ല ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് വചനത്തിൻ്റെ അഭിഷേകവും രോഗശാന്തിയും ഈ അത്ഭുതം മുഴുവൻ പ്രവർത്തിച്ചത് ഇങ്ങനൊരു ജനത്തെ വാർത്തെടുക്കാൻ വേണ്ടിയായിരുന്നില്ല. അപ്പം ധാരാളം പേര് ആ പരസ്നേഹ പ്രവൃത്തിയിൽ വ്യാപൃതരാണ്, അത് ശ്രദ്ധിക്കുന്നുണ്ട്. ധാരാളം പേര് അത് ചെയ്യുന്നില്ല. ഈ ചെയ്യാത്തതിൻ്റെ കുറവ് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ചിലർ പറയുകയാണ്, ബ്രദറെ, ഞാൻ ഏത് വഴിക്ക് പോയിട്ട് ആരോ എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞങ്ങളുടെ ബിസിനസ് തകരുകയാണ്, മക്കളൊക്കെ പഠിച്ചു, ആർക്കും ഒരു ജോലിയൊന്നും കിട്ടുന്നില്ല,
ഒരു മകൻ ഗൾഫിൽ നല്ല ജോലിയായിരുന്നു, ഇപ്പം അവൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുക, അവന് ജോലിയൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ ഒത്തിരി പേര് ആവലാതി പറയാറുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ബിസിനസ് നടത്തിയപ്പോൾ, മകൻ ജോലി ചെയ്തപ്പോൾ ദശാംശം മാറ്റിവെക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ? ഇല്ല ബ്രദറെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള വകുപ്പില്ല. കാരണം മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 3, 7 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, അപ്പം ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരാം. അപ്പം ജനം ചോദിച്ച് എങ്ങനെയാണ് മടങ്ങി വരേണ്ടത്? ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അപ്പം ദൈവം ചോദ്യം ചോദിക്കുകയാണ്, മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? അപ്പം അവർ ചോദിക്കുക, എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുന്നത്? അപ്പം ദൈവം പറയാണ്, നിങ്ങൾ ജനം മുഴുവൻ എന്നെ കൊള്ളയടിക്കുന്നതുകൊണ്ട് അഭിശപ്തരാണ്, ഒരു ശാപം കിടപ്പുണ്ട്. എന്നിട്ട് പറയുകയാണ്, ദശാംശം മുഴുവൻ എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. 10 രൂപ കയ്യിൽ കിട്ടുമ്പോൾ 9 രൂപ ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. 1 രൂപ തിരിച്ച് കർത്താവിന് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ 1 രൂപ തിരിച്ച് കർത്താവിനെ ഏൽപ്പിക്കാത്തവൻ്റെ മേൽ ഒരു ശാപം ഉണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുക. ഈ പണം ദശാംശം എന്തിനാണ്? ദൈവത്തിന് എന്തിനാണ് പണം ആവശ്യം? അങ്ങനെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ അവസാന വിധിയിൽ ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു കുടിക്കാൻ തന്നു, നഗ്നനായിരുന്നു ഉടുപ്പിച്ചു, ഇതാ നിങ്ങൾക്ക് ദൈവരാജ്യം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നാണ് വിളിക്കുന്നത്. അപ്പം അവർ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടി, ഈ ചെറിയവിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്, ചെയ്യാതിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനാണ് ഈ ദശാംശം. ഈ 10-1 മാറ്റിവെച്ച് അതുകൊണ്ട് ചെയ്യേണ്ടത്, ഈ സുവിശേഷ വേലയിൽ നമ്മുടെ ദശാംശത്തിൻ്റെ ഒരു ഭാഗം അതിലുണ്ടായിരിക്കണം. നമ്മൾ 125 കോടി, കൃത്യമായ കണക്ക് ഇപ്പോഴത്തെ എനിക്കറിയില്ല, 125 കോടി കത്തോലിക്കരെന്നാണ് എനിക്കുള്ള അറിവ്. അതേസമയത്ത് ലോക ജനസംഖ്യ ഏതാണ്ട് 740 കോടി എത്തി നിൽക്കുമ്പോൾ ബാക്കി സഭാവിഭാഗങ്ങളെല്ലാം കൂടെ കൂടിയാൽ 10-20 കോടിയെ കാണുകയുള്ളൂ. അവർ കപ്പൽ നിറച്ച് ബൈബിള് അടിച്ച് ലോകം മുഴുവൻ സൗജന്യമായിട്ട് കൊടുക്കുക. ഞങ്ങൾ ബറേലി സെൻട്രൽ ജയിലിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ 3000-ൽ പരം തടവുകൾ കിടപ്പുണ്ട്. അവിടെ ബൈബിൾ കൊടുത്തിട്ട് പോയി കഴിഞ്ഞു. ട്രെയിനിൽ അവർ വിതരണം ചെയ്യുക. നമുക്ക് പറ്റുന്നില്ല. നമുക്ക് ഈ ബൈബിള് ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട ഈ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നു. എന്താ കാരണം? അവർ കൽപ്പനയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അവരുടെ മക്കളെ വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ദശാംശം മാറ്റി വെക്കേണ്ട ആവശ്യത്തെക്കുറിച്ച്. നമുക്കാരും അത് അടിവരയിട്ട് പറഞ്ഞു തരുന്നില്ല. നമ്മൾ ഈ കൊല്ലരുത്, പിടിച്ചു പറിക്കരുത്, ആദ്യം ചെയ്യരുത്, അതല്ല. അതോടൊപ്പം തന്നെ നന്മ ചെയ്യണം, ചെയ്തിൽ തെറ്റ് തന്നെയാണ്. ഒരു ശാപം കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ മക്കളെ നമ്മളിത് പഠിപ്പിക്കണം, കൊച്ചു കുട്ടികളെ പഠിപ്പിക്കണം. ഒരു പ്രമാണം, വേദപ്രമാണങ്ങൾ 10 പ്രമാണമായിട്ട് തന്നെ പഠിപ്പിക്കണം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ, അന്നം വെച്ചെടുത്തി പടിവാതിക്കൽ ഭക്ഷണമില്ലാതെ പാർപ്പിടമില്ലാതെ ഒരു വിധവ കിടക്കുമ്പോൾ അവിടെയുള്ള ചുറ്റുപാടുമുള്ള സമ്പന്നനൊക്കെ ആ ധനവാന്റെയും ലാസറിൻ്റെ ഉപമയിലെ സ്ഥാനത്ത്. ഇനി നമ്മൾ കള്ളു കുടിച്ചോ കുടിച്ചില്ലയോ എന്നുള്ളതല്ല, 6-ാം പ്രമാണം ലംഘിച്ചില്ലയോ എന്നുള്ളതല്ല. ധാരാളം പേര് നരകത്തിൽ സംസ്കരിക്കപ്പെടാൻ പോകുന്നത് ധനവാന്റെയും ലാസറിൻ്റെ ഉപമയിൽ ഈശോ പറഞ്ഞ ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്ന പാപം മൂലമാണ് പലർക്കും നിത്യജീവൻ നഷ്ടപ്പെടുന്നത്. യാക്കോബിലെ ലേഖനം അധ്യായം 4:17. ചെയ്യേണ്ട നന്മ ഏതാണെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. എന്നിട്ട് മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, നിങ്ങൾ ജനം മുഴുവൻ എന്നെ കൊള്ളയടിക്കുന്നുണ്ട്, നിങ്ങൾ അഭിശപ്തരാണ്. ദശാംശം മുഴുവൻ എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. അടുത്ത വചനം ശ്രദ്ധിക്കണേ. സ്വർഗ കവാടങ്ങൾ തുറന്ന് നിങ്ങളുടെ മേൽ ഞാൻ അനുഗ്രഹം വർഷിക്കില്ലേ എന്ന് നിങ്ങൾ എന്നെ പരീക്ഷിച്ച് നോക്കാനാണ് ദൈവം വിളിക്കുന്നത്. ഒന്ന് കൃത്യമായിട്ടൊരു ഡേറ്റ് വെച്ച് എൻ്റെ വരുമാനത്തിൻ്റെ 10-1 കൃത്യമായിട്ട് ദശാംശം മാറ്റിവെക്കുന്ന ഒരു തീരുമാനം ഞാൻ എടുത്തിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്ന പറയുന്നത്, സ്വർഗ കവാടങ്ങൾ തുറന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കില്ലേ എന്ന് പരീക്ഷിച്ച് നോക്കും. ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ രോഗപീഠകൾ, ഈ സാമ്പത്തിക തകർച്ചകൾ, ഈ പഠിച്ച മക്കളുടെ ജോലിക്കുള്ള തടസ്സങ്ങൾ ആരും കൂടോത്രം ചെയ്തിട്ടല്ല. ഈ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ കുഴപ്പമല്ല, വീട്ടിലിരിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഇന്ന് പലരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രഘോഷിക്കപ്പെട്ട
ഇന്ന് നമ്മൾ ടെലിവിഷൻ്റെ മുമ്പിൽ ശാലോം ടെലിവിഷനിലൂടെ ദൈവം തരുന്ന അരമണിക്കൂർ നേരത്തെ സന്ദേശം കേൾക്കാനായി നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ തമ്പുരാൻ പറയുക, മോനെ നീ ഒരു കൂലിപ്പണി എടുത്ത് 400-500 രൂപയാണ് നിനക്ക് കിട്ടുന്നതെങ്കിലും നീ ഒരു വർഷത്തേക്കൊന്ന് പരീക്ഷിച്ച് നോക്ക്. ആ 500 രൂപയിൽ നിന്ന് ഒരു 50 രൂപ മാറ്റി വെച്ച് നോക്ക്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ ദശാംശത്തിൽ ഒരു ഭാഗം സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ആ ദശാംശത്തിൽ ഒരു ഭാഗം ഭക്ഷണമില്ലാത്തവർക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി, വിവാഹം കഴിച്ചയക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി, ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടി, പല തുള്ളി പെരുവെള്ളം എന്നാൽ കഴിയുന്നത് ആ രീതിയിൽ ഒന്ന് ചെയ്തു നോക്ക്. സ്വർഗ കവാടങ്ങൾ തുറന്ന് നമ്മളുടെ മേൽ അനുഗ്രഹം വർഷിക്കില്ലേ എന്ന് പരീക്ഷിച്ച് നോക്കുക. ആദിമസഭ പ്രബോധനം കേൾക്കുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, അപ്പം മുറിക്കൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു, ഭവനം തോറും കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പരസ്നേഹ പ്രവൃത്തി മുന്നിട്ട് നിന്നിരുന്നു. അതുകൊണ്ട് അവരുടെ മേൽ കൃപാവരം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 10-35 വർഷം പ്രഘോഷിക്കപ്പെട്ട ദൈവവചനത്തിലൂടെ ദേവാലയവുമായിട്ട് നമ്മൾ അടുക്കുന്നുണ്ട്. കൗദാശികപരമായിട്ട് നമ്മൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, ഒത്തിരി അറിവ് കിട്ടിയിട്ടുണ്ട്. പരസ്നേഹ പ്രവൃത്തിയിൽ ഇനിയും നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. ആ മേഖലയിലേക്കൊരു തീരുമാനം ഇതുവരെ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ കടം കടക്കുക. പ്രശ്നമുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് മാറ്റി വയ്ക്കുന്നത്? ഒരിക്കലും കടലിലെ തിരമാലകൾ അടങ്ങിയിട്ട് ആർക്കും വഞ്ചി കടലിലിറക്കാൻ പറ്റില്ല, കപ്പലിറക്കാൻ പറ്റില്ല. എൻ്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കിയിട്ട് ദശാംശം ആർക്കും മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഒരു തീരുമാനമെടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കാനാണ് കർത്താവ് ആവശ്യപ്പെട്ടത്. മലാക്കി 3:7 മുതലുള്ള വാക്യങ്ങളിലൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. സ്വർഗ കവാടങ്ങൾ തുറന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കില്ലേ എന്ന് പരീക്ഷിച്ച് നോക്ക്. വെള്ളം കോരിയെടുത്താൽ അവിടെ കുഴി അവശേഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് പാപങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ പണം മാറ്റിയാൽ ആ കുഴി കർത്താവ് അപ്പം തന്നെ നികത്തും. അത് ഞാൻ മാറ്റുന്നില്ലെങ്കിൽ അത് തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല സ്ഥാപനങ്ങളും പല വ്യക്തികളും കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം പരസ്നേഹ പ്രവൃത്തിയുടെ അഭാവമാണ്. ഇത് ബൈബിൾ ആവശ്യപ്പെടുന്നു, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ചെയ്യാനുള്ളൊരു ഹൃദയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമ്പത്ത് നമുക്കുണ്ട്, ഇത് മതി. 10 രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ 1 രൂപ അടുത്തവന് കൊടുക്കാനുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ സമ്പത്തിൻ്റെ കുറവല്ല, അത് പങ്കുവയ്ക്കുന്ന മനസ്സിൻ്റെ കുറവാണുള്ളത്. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ആദിമസഭയിൽ അങ്ങയുടെ നാമത്തിൽ പ്രബോധനത്തിൽ വിശ്വസിച്ചവർ അവർ പങ്കുവയ്ക്കുന്നൊരു മനോഭാവം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആരുമില്ലായിരുന്നു. കർത്താവേ, ഞങ്ങളെല്ലാം സഹോദരൻ്റെ കാവൽക്കാരനാണ് എന്ന ബോധ്യത്തിലേക്ക് ഞങ്ങൾ നയിക്കണമേ. അടുത്തവൻ ഞങ്ങളുടെ നേരെ കൈ നീട്ടിയാലും നീട്ടിയില്ലെങ്കിലും കണ്ടറിഞ്ഞ് അങ്ങോട്ട് ചെന്ന് ആ മകളെ ആവശ്യത്തിൽ സഹായിക്കാൻ ഒരു പുതിയ ഹൃദയം, കരുണയുള്ള ഹൃദയം ഈ കരുണയുടെ വർഷം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.